ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ SIT ചോദ്യം ചെയ്തെന്ന് സ്ഥിരീകരിച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ 2019 മന്ത്രി എന്ന നിലയിലാണ് ചോദ്യം ചെയ്തതെന്നാണ് മറുപടി. ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്തത്. മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു. സ്വർണം പൂശലിൽ ഇടപെട്ടിട്ടില്ലെന്നും ശബരിമലയിൽ വെച്ചാണ് പോറ്റിയുമായി പരിചയമെന്നും കടകംപള്ളി മൊഴി നൽകി. ആ പ്രതികരണത്തിൽ നോക്കാം. 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണല്ലോ ആദ്യം വരുന്നത്. ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി വിവരങ്ങൾ പ്രജിത്തുണ്ട്. പ്രജിത്ത്, നമുക്കറിയാം ഏറെ ലാഘവത്തോടുള്ള മറുപടിയാണ് കടകംപള്ളി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തന്റെ മന്ത്രി എന്ന നിലയിലാണ് ചോദ്യം ചെയ്തു എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ SIT കടന്നിരിക്കുന്നത്. മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയെ ചോദ്യം ചെയ്യുമ്പോൾ ഈ ഒരു ലാഘവത്തോടെ ആ തള്ളിക്കളനാകുമോ നമുക്ക്? അമൽ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് അതീവ രഹസ്യമായി ഇഞ്ചക്കലെ SITയുടെ ഓഫീസിലേക്ക് കടകംപള്ളി എത്തുന്നതും ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കടകംപള്ളി നൽകിയ മൊഴിയിലെ പ്രസക്ത ഭാഗങ്ങൾ എന്നുള്ളത് ഇത്തരത്തിൽ ഈ സ്വർണ്ണം പൂശലുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും താൻ ഇടപെടൽ നടത്തിയിട്ടില്ല, തൻ്റെ ഓഫീസും ഇടപെടൽ നടത്തിയിട്ടില്ല. എല്ലാ തീരുമാനങ്ങളും എടുത്തത് സ്വതന്ത്ര പരമാധികാര അധികാരങ്ങളുള്ള ദേവസ്വം ബോർഡ് തന്നെയാണ്. ദേവസ്വം ബോർഡിൻ്റെ ഈ സ്വർണ്ണം പൂശലെടുക്കാനുള്ള തീരുമാനങ്ങൾ, സ്വർണ്ണം പൂശൽ നടത്താനടക്കമുള്ള തീരുമാനങ്ങൾ ദേവസ്വം ബോർഡ് തന്നെ എടുത്തത്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയമുണ്ട്, അറിയാം. അയാൾ ശബരിമലയിലെ വിവിധ വഴിപാടുകളുടെ സ്പോൺസർ എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള പരിചയം എന്നുള്ളതും മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളോ സാമ്പത്തിക ഇടപാടുകളോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടില്ല എന്നുള്ളതും അന്വേഷണ സംഘത്തിന് മുന്നിൽ കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകിയിട്ടുണ്ട്. ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഈ മൊഴി സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ സംബന്ധിച്ചിട്ടുള്ള സ്ഥിരീകരണം നൽകുമ്പോഴായിരുന്നു വളരെ ലാഘവത്തോടെ 2019 മന്ത്രിയായിരുന്നു, അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു എന്ന നിലയിലാണ് തന്നെ ചോദ്യം ചെയ്തത് എന്ന് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴിയുടെ വിശദാംശങ്ങൾ കാണുമ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായതൊന്ന് ഈ സ്വർണ്ണക്കവർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്ക് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടോ എന്നുള്ളതായിരുന്നു. 2, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എങ്ങനെയാണ് കടകംപള്ളി സുരേന്ദ്രനുള്ള ബന്ധം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും 2019 ഒരു മന്ത്രി എന്ന നിലയിലല്ല അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചത്, മറിച്ച് സ്വർണ്ണക്കടത്തിലെ പ്രതി എന്ന് സംശയിക്കാവുന്ന ഒരാൾ എന്ന നിലയിൽ തന്നെയാണ് അന്വേഷണ സംഘം ഈ ചോദ്യങ്ങൾ ചോദിച്ചതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടി വരും. കാരണം സ്വർണ്ണക്കടത്തിൽ അല്ലെങ്കിൽ ഈ സ്വർണ്ണം പൂശലടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുന്നതിൽ തീരുമാനമെടുക്കുന്നെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ കടകംപള്ളിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന അന്വേഷണ സംഘം നടത്തുന്നു എന്നുള്ളത് ഈ ചോദ്യം ചെയ്യലിൽ വ്യക്തമാണ്, അല്ലെങ്കിൽ ആ ചോദ്യങ്ങളിൽ അതോടൊപ്പം തന്നെ കടകംപള്ളി നൽകിയിട്ടുള്ള ഉത്തരങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായും സ്വർണ്ണക്കവർച്ച കേസിലെ ഒരു പ്രതി എന്ന നിലയിൽ അന്വേഷണ സംഘം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കടകംപള്ളിയെ കാണുന്നു അല്ലെങ്കിൽ സംശയിക്കുന്നു എന്ന രീതിയിൽ വിലയിരുത്താവുന്നതാണ്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെ, ഒരു നടപടി തന്നെ ഒടുവിൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രനെ പോലെ CPM-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിരുന്നു കൊണ്ട് ദേവസ്വം മന്ത്രിയായിരുന്ന ആൾ ആ സമയത്ത് നടന്ന സ്വർണ്ണക്കവർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്ക് ഈ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട് എന്ന് വരികയാണെങ്കിൽ, അങ്ങനെ ഒരു സംശയമെങ്കിലും അന്വേഷണ സംഘം പ്രകടിപ്പിക്കുകയാണെങ്കിൽ സർക്കാരിനും CPM-നുമൊക്കെ അത് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അടുത്ത തിങ്കളാഴ്ച ഈ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രനെതിരായി എന്തെങ്കിലും രീതിയിലുള്ള പരാമർശങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ കുരുക്കിലേക്ക് CPM-നെ തള്ളിവിടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇപ്പോൾ ഒരു വട്ടം മൊഴിയെടുത്ത് വിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കൂടുതൽ തെളിവുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും അന്വേഷണ സംഘം വിളിച്ചു വരുത്തും. അങ്ങനെ വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ കൂടുതൽ സംശയങ്ങളിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ നീങ്ങും അല്ലെങ്കിൽ നീളുന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. എന്തായാലും നിലവിൽ കടകംപള്ളി സുരേന്ദ്രനെ ഈ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില വിമർശനങ്ങളും അന്വേഷണ സംഘത്തിനെതിരെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് പത്മകുമാറിൻ്റെ മൊഴിയാണ് ആദ്യഘട്ടത്തിൽ ഈ കടകംപള്ളിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ലിങ്ക് ചെയ്യുന്നത്. അത് ഈ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പത്മകുമാർ നൽകിയതാണ്. എന്നാൽ അത് കഴിഞ്ഞ് ഇത്രയും കാലം എന്തിനു വേണ്ടി കാത്തിരുന്നു എന്നുള്ളൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയാൻ വരെ അന്വേഷണ സംഘം കാത്തിരുന്നു എന്നുള്ളൊരു വിമർശനം ഒരു വശത്തു കൂടി ഇപ്പോൾ സജീവമായി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കാത്തിരുന്ന് കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ട ആവശ്യകത എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. ഒരുപക്ഷെ കോടതിയുടെ അടക്കം വിമർശനങ്ങൾ വന്ന ശേഷമാണ് ഈ രീതിയിലുള്ള ഒരു പരിശോധനയ്ക്കോ ഈ രീതിയിലുള്ളൊരു ചോദ്യം ചെയ്യലിന് പോലും അന്വേഷണ സംഘം തയ്യാറായത് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അമൽ.